ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്നലെ രാത്രിത്തെ ഡിന്നർ വിശേഷങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്ന സംഭവം മെയിനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുക്ക് ചെയ്യുന്നത് ഡിന്നറിനാണ്. അപ്പോൾ ഡിന്നറിന് കറികളും ഫുഡൊക്കെ കൂടുതലുണ്ടാക്കി വെക്കും. അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ കൂടുതലായിട്ട് ഇപ്പോൾ എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. കാരണം ഏർലി മോർണിംഗ് മോക്ക് പോകണം, അതുപോലെ തന്നെ ഇക്കാക്കും അത്യാവശ്യം 7:30 ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് വേണം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാരണം സിറ്റുവേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഡിന്നർ രാത്രി കുക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി. ഇപ്പോൾ ഡിന്നറിന് എടുക്കുന്ന സെയിം ഐറ്റം തന്നെ ആയിരിക്കുകയില്ല ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത്. മെയിൻ കോഴ്സ്, അതായത് അപ്പം മാറി വരും. പക്ഷേ കറികൾ ഇപ്പോൾ ഡിന്നറിന് ചിക്കൻ കറി ആണെങ്കിൽ ആ ചിക്കൻ കറി തന്നെയായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ ഡിന്നറിന് കഴിച്ചിരുന്നത് വെള്ളയപ്പമാണ്, എന്നാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എടുത്തത് ഇടിയപ്പമാണ്. അങ്ങനെ വെള്ളയപ്പം, ഇടിയപ്പം, ദോശ, ഇഡ്ഡലി, പുട്ട് അങ്ങനെയുള്ളത് മാറി ചെയ്യും. എന്നാൽ കറികൾ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷനിലാണ്. വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ച് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴറ്റി ഞാൻ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ഏതെങ്കിലും ഐറ്റംസ്, ഏതെങ്കിലും ഡിഷസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, അത് ഞാൻ ഷെയർ ചെയ്യാം. ഞാനിപ്പം റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പെട്ടെന്ന് വഴലാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാൻ കുറച്ച് ധൃതിയിൽ കുറച്ച് സ്പീഡിൽ ചെയ്യുമ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്യും, റെഡിമെയ്ഡാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് വെക്കുമ്പോഴത്തേനും ഞാൻ ഡയറക്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീട്ടിലുണ്ടാക്കും. അപ്പോൾ സ്പൈസസ് പൊടികളായിട്ട് എല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകപ്പൊടി പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. അപ്പം പൊടികൾ ഇട്ടപ്പോഴത്തേനാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. നമ്മുടെ ഈ മല്ലിപ്പൊടി ഉണ്ടല്ലോ, ഞാൻ യൂസ് ചെയ്യുന്ന മല്ലിപ്പൊടി എന്നൊക്കെ പറയുന്നത് നാട്ടിൽ നിന്ന് എൻ്റെ അമ്മച്ചി മല്ലി വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് തന്നുവിടുന്ന മല്ലിപ്പൊടിയാണ്. അപ്പോൾ ആ മല്ലിപ്പൊടിയൊക്കെ വെച്ച് കറി വെക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കടകളിൽ നിന്ന് വാങ്ങിച്ച് റെഡിമെയ്ഡ് മല്ലിപ്പൊടി ഇടുമ്പോഴത്തേനൊന്നും എനിക്ക് ആ ഒരു ഫ്ലേവറും ആ സ്മെല്ലും ഒന്നും പിടിക്കുന്നില്ല. ഇത് ഉപയോഗിച്ച് കാരണം ഇത് അത്ര ടേസ്റ്റി ആയിട്ടുള്ള മല്ലിപ്പൊടിയൊക്കെയാണ് നമ്മൾ കറികളിൽ യൂസ് ചെയ്യുന്നത്. മല്ലിപ്പൊടി മാത്രമല്ല, ചില്ലി പൗഡർ ആണെങ്കിലും കാശ്മീരി ചില്ലി പൗഡർ, ഡയറക്റ്റ് ഉണക്കി പൊടിച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടിയാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. ചിക്കൻ നന്നായിട്ട് ഇട്ടിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുകയാണ്. കാരണം പൊടികളുടെ പച്ചമണമൊക്കെ മാറണമല്ലോ, പച്ചമണം വേണം. അപ്പം ചിക്കനും സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടു. അതെല്ലാം മസാലയൊക്കെ നന്നായിട്ട് കയറി പിടിച്ചതിന് ശേഷമാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു. അപ്പോൾ കറിയുടെ പരിപാടികളെന്ന് പറയുന്നത് ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, അടച്ചു വെച്ചിട്ട് ചിക്കൻ ആകുമ്പോഴത്തേനും ഒരുപാട് വേവില്ലല്ലോ, ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ്. അപ്പോൾ അത്രയും നേരം എന്ത് ചെയ്യുക, നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അതാണ് നമ്മുടെ ചിക്കൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി. സ്പൈസ് എന്ന് പറഞ്ഞാൽ ഓവർ സ്പൈസ് അല്ല, നമുക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സ്പൈസ്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പൊടികളുടെയൊക്കെ ഈ ഒരു ടേസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം 1 ഇയർ ഒരു വർഷത്തേനാണ് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല പൊടി, ഈ പൊടികളെല്ലാം എൻ്റെ മദർ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാം പൊടിച്ച് പാക്ക് ചെയ്ത് തന്നുവിടും. ഇപ്പം ഏകദേശം എൻ്റെ പൊടികളെല്ലാം കഴിയാറായിട്ടുണ്ട്. അപ്പം നാട്ടിൽ നമ്മൾ ഉടനെ പോകുന്നുമുണ്ട്. അപ്പോൾ പൊടികളെല്ലാം അമ്മച്ചി ഇപ്പോൾ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു. അമ്മച്ചി മല്ലി പൊടിക്കാനും മുളക് പൊടിക്കാനും മഞ്ഞൾ പൊടിക്കാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് തുടങ്ങിയിട്ടുണ്ട്, സ്പൈസസ് കളക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേ എൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്, എൻ്റെ പൊടികളെല്ലാം ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോയിട്ട് വന്നെങ്കിൽ ആണ് എനിക്ക് വീണ്ടും കൂടുതൽ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ചിക്കൻ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ആവുന്നു. ഞാൻ വീണ്ടും അടച്ചു വെച്ചു വേവട്ടെ.
അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ വെന്തു, വളരെ എന്താണ് വെൽ കുക്കായി. അപ്പോൾ കഴിക്കാൻ പാകത്തിനായിട്ട് ചിക്കൻ കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ദാ ഞാൻ ഇന്ന് എടുക്കുന്നത് വെള്ളയപ്പമാണ്. വെള്ളയപ്പത്തിൻ്റെ മാവ് പാത്രത്തിലേക്ക് മാറ്റി, പിന്നെ ഇതാ വെള്ളയപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രിയത്തെ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയും അതുപോലെ തന്നെ സോഫ്റ്റ് ചൂട് വെള്ളയപ്പവുമാണ്. അപ്പം എന്താണ് ചിക്കൻ കറി വെക്കുന്നത് ഇപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുമാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് ഞാൻ അനുഭവിച്ചതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് 2 കുഞ്ഞുങ്ങൾ സൈറ എഴുന്നേറ്റ് വരും. സൈറ വെളുപ്പാങ്കാലത്ത് ഞാൻ എഴുന്നേൽക്കുന്ന കൂടെ എഴുന്നേറ്റിട്ട് സൈറ കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചിക്കൻ കറി വെക്കുന്ന കാര്യം നടപടിയുള്ള കേസല്ല. നമുക്ക് ഓക്കെ അപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ വേഗം ചുടാൻ പറ്റും, ദോശയുടെ മാവുണ്ടെങ്കിൽ ചുടാം, ഇഡലി ചെയ്യാം, പുട്ട് ചെയ്യാം. പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്, കറി ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും ഏർലി മോർണിംഗ് കറി വെക്കൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ കറിയൊക്കെ വെക്കാൻ തുടങ്ങിയത്. ഇന്ന് അങ്ങനെ ചെയ്തപ്പോഴത്തേനും എനിക്ക് നല്ല എളുപ്പമുണ്ടായിരുന്നു. എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ വെള്ളയപ്പോൾ ഓരോന്നായിട്ട് ചൂടോടെ കാസ്ട്രോളിൽ വെക്കുകയാണ്. പിന്നെ എൻ്റെ ഇക്കയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മൊരിഞ്ഞ വെള്ളയപ്പം ഉണ്ടല്ലോ, അതിഷ്ടമല്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പോൾ അപ്പം എന്ന് പറയുന്നത് ഈ ഒരു പരുവായിരിക്കണം. അതുകൊണ്ട് എനിക്ക് മൊരിഞ്ഞ അപ്പം കൊടുക്കണം എന്നൊന്നുമില്ല, ഇങ്ങനെ കാസ്ട്രോളിൽ അടച്ച് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് വന്നു. അതിനുശേഷം എനിക്ക് കഴിക്കാനുള്ള ഞാൻ 2 അപ്പവും കുറച്ച് കറിയുമാണ് എടുത്തത്, കുറച്ച് ചിക്കൻ കറിയും എടുത്തു. അപ്പോൾ ഞാൻ കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എൻ്റെ ഫുഡ് കഴിക്കലാണ്. വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. വളരെ തട്ടിക്കൂട്ടി ധൃതിയിൽ വെച്ചെങ്കിലും കറി അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ കാണിച്ചല്ലോ, ഞാൻ ഇതിലിട്ടിരിക്കുന്നത് റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഈ അടുത്താണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഉണ്ടല്ലോ ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ എന്നും അവനവൻ്റെ ചിക്കൻ കറിക്ക് ഒരു കോമൺ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ആ ടേസ്റ്റ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിമെയ്ഡ് ചേർക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങി. കാരണം അതിൽ ചേർത്തിരിക്കുന്ന പ്രിസർവേറ്റീവ്സ് ഒക്കെയാണ്. പക്ഷേ എന്നും അല്ലെങ്കിലും നമുക്ക് വല്ലപ്പോഴും ചിക്കൻ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റി പിടിക്കണമെങ്കിൽ നമ്മൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റിയാൽ മതി. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ. താങ്ക് യു ഫോർ വാച്ചിങ്.